ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഇന്തോ പസഫിക് മേഖല സ്വതന്ത്രവും സുതാര്യവും സമൃദ്ധവുമാക്കി മാറ്റാൻ ക്വാഡ് രാഷ്ട്രങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കൾക്കിടയിലെ പുകയില ഉപയോഗം തടയാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്രം മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലും സൌരോർജ്ജ വൈദ്യുതി പ്ലാന്റ് സ്ഥാപിക്കുന്നു. ഇന്നലെ അന്തരിച്ച മുതിർന്ന സിപിഐഎം നേതാവ് എം ലോറൻസിന്റെ മൃതദേഹം നാളെ കൊച്ചിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ വിജയത്തിനടുത്ത്. വാർത്തകൾ വിശദമായി. ഇന്തോ പസഫിക് മേഖല സ്വതന്ത്രവും സുതാര്യവും സമൃദ്ധവുമാക്കി മാറ്റാൻ ക്വാഡ് രാഷ്ട്രങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അമേരിക്കയിലെ ഡെലവെയറിൽ ക്വാഡ് നേതൃ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്. ലോകം സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും കൊണ്ട് നിറഞ്ഞ സമയത്താണ് ക്വാഡ് ഉച്ചകോടി നടക്കുന്നതെന്ന് നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ക്വാഡ് രാഷ്ട്രങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കേണ്ടത് മനുഷ്യരാശിയുടെ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ക്രമങ്ങളെയും പരമാധികാരത്തെയും അഖണ്ഡതയെയും മാനിക്കുന്ന ആർക്കുമെതിരായല്ല ക്വാഡിന്റെ പ്രവർത്തനമെന്നും എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനപരമായ പരിഹാരമാണ് സഖ്യം പിന്തുണയ്ക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരോഗ്യം, സുരക്ഷ, സാങ്കേതികവിദ്യ, കാലാവസ്ഥാ വ്യതിയാനം, ശേഷി വികസനം തുടങ്ങിയ മേഖലകളിൽ ക്വാഡ് രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി ഏറെ ഗുണകരമായ നടപടിയെടുത്തിട്ടുണ്ടെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. അടുത്ത ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിൽ നടത്താനെടുത്ത തീരുമാനത്തിൽ അദ്ദേഹം സന്തുഷ്ടി അറിയിച്ചു. ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി അദ്ദേഹത്തിന്റെ ജന്മദേശമായ ഡെലവെയറിൽ പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടു. ചർച്ച അങ്ങേയറ്റം ഫലപ്രദമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പിന്നീട് സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഇന്ന് ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. യുഎസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുമായി നരേന്ദ്രമോദി സംവദിക്കുകയും ചെയ്യും. നാളെ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഭാവിയുടെ ഉച്ചകോടിയെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. യുവാക്കൾക്കിടയിലെ പുകയില ഉപയോഗം തടയാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്രം മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുകയിലമുക്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങളും മാനുവലും സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കൈമാറി. കേന്ദ്ര വിദ്യാഭ്യാസ ആരോഗ്യ മന്ത്രാലയങ്ങൾ സംയുക്തമായാണ് മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത്. 2027ഓടെ ലോകത്തെ മൂന്നാമത് വൻ സമ്പദ്വ്യവസ്ഥയായി മാറുന്ന പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലാവോസിൽ 12ാമത് കിഴക്കനേഷ്യ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിഴക്കനേഷ്യ ഉച്ചകോടി ഫോറം ശക്തിപ്പെടുത്തുന്നതിന് രാജ്യത്തിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച ഗോയൽ സമാധാനം, സ്ഥിരത, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇന്ത്യ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കി. കോഴിക്കോട് ചേവായൂരിലെ സിആർസി സെന്റർ കേന്ദ്ര സാമൂഹ്യ നീതി സഹമന്ത്രി ബി.എൽ. വർമ്മ ഉച്ചയ്ക്ക് ശേഷം സന്ദർശിക്കും. ദിവ്യാംഗർ, അവരുടെ മാതാപിതാക്കൾ, അധ്യാപകർ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരുമായി സഹമന്ത്രി സംവദിക്കും. ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങളുടെ വിതരണവും ഇതോടൊപ്പം നടത്തും. സിആർസിയിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ കോഴ്സുകളും സൌജന്യ പരിശീലനവും ഓഡിയോളജി ലാബും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛതാ ഹി സേവ പദ്ധതിയിൽ ഏക് പേഡ് മാംഗേ നാം പരിപാടിയിലും ബി.എൽ. വർമ്മ പങ്കെടുക്കും. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ബോംബെ ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജി നിതിൻ ബധുകർ ജാംദാറിനെ നിയമിച്ച് കേന്ദ്രം ഉത്തരവിറക്കി. 2023 മെയ് മുതൽ ബോംബെ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ചുവരികയാണ് ജസ്റ്റിസ് ജാംദാർ. സംസ്ഥാനത്ത് നിപ പരിശോധനയിൽ ഇന്നലെ 6 പേരുടെ ഫലം കൂടി നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇതുവരെ 74 പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത്. ഇന്നലെ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. 267 പേരാണ് ഇതുവരെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. രോഗലക്ഷണങ്ങളുമായി ഇന്നലെ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരടക്കം 4 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും 28 പേർ പെരിന്തൽമണ്ണ എംഇഎസ് മെഡിക്കൽ കോളേജിലും ചികിത്സയിലാണ്. കേരള ഫയർ ആന്റ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 295 ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർമാരുടെയും 20 ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർമാരുടെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് വൈകിട്ട് തൃശൂരിൽ നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരേഡിന്റെ സല്യൂട്ട് സ്വീകരിക്കും. വിയ്യൂരിലെ കേരള ഫയർ ആന്റ് റെസ്ക്യൂ സർവീസസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ എരുമേലി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഐപി ബ്ലോക്ക് ഇന്ന് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിക്കും. 24 മണിക്കൂർ ഒപി സേവനം, നവീകരിച്ച ഒപി ഫാർമസി, ആധുനിക കണ്ണുപരിശോധനാ ഉപകരണങ്ങളുടെ പ്രവർത്തനം എന്നിവയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്.
കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലും സൌരോർജ്ജ വൈദ്യുതി പ്ലാന്റ് സ്ഥാപിക്കുന്നു. വിമാനത്താവളത്തിലെ വൈദ്യുതി ഉപഭോഗ ചെലവ് കുറയ്ക്കാൻ സിയാൽ മാതൃക ഉൾക്കൊണ്ടാണ് കണ്ണൂരിൽ പ്ലാന്റ് നിർമ്മിക്കുന്നത്. വിശദാംശങ്ങളുമായി കണ്ണൂർ പ്രതിനിധി കെ.ഒ. ശശിധരൻ. വൈദ്യുതോർജ്ജ ചെലവും പാരിസ്ഥിതികാഘാതവും കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള 4 മെഗാവാട്ട് സോളാർ പ്ലാന്റാണ് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ സ്ഥാപിക്കുക. വിമാനത്താവളത്തിന്റെ വൈദ്യുതി ഉപഭോഗ ചെലവ് ഏകദേശം 50% കുറയ്ക്കാനും കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ വൈദ്യുതി ലഭ്യമാക്കുന്ന സോളാർ പ്ലാന്റ് തിരക്കേറിയ പ്രവർത്തന സമയങ്ങളിൽ ബാഹ്യ വൈദ്യുതി സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ വിമാനത്താവളത്തെ സഹായിക്കും. വിമാനത്താവളത്തിന്റെ കാർ പാർക്കിംഗ് ഏരിയയിലും സമീപ പ്രദേശങ്ങളിലുമാണ് സോളാർ പദ്ധതി നടപ്പാക്കുന്നത്. പ്രതിമാസ സമ്പാദ്യം 50 ലക്ഷം രൂപയായി കണക്കാക്കുകയും വാർഷിക സമ്പാദ്യം 6 കോടിയിൽ എത്തുകയും ചെയ്യുമ്പോൾ 18 കോടിയുടെ നിക്ഷേപം 3-4 വർഷത്തിനുള്ളിൽ തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നാണ് കിയാൽ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ അന്തരിച്ച മുതിർന്ന സിപിഐഎം നേതാവ് എം ലോറൻസിന്റെ മൃതദേഹം നാളെ രാവിലെ 8 മുതൽ കൊച്ചി ഗാന്ധിനഗറിലെ വീട്ടിലും പിന്നീട് 8:30 ലെനിൻ സെന്ററിലും തുടർന്ന് എറണാകുളം ടൌൺഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. ഇതിനുശേഷം മൃതദേഹം വൈദ്യശാസ്ത്ര പഠനത്തിനായി എറണാകുളം മെഡിക്കൽ കോളേജിന് കൈമാറും. ഓരോരുത്തരും മതത്തിന്റെയും ജാതിയുടെയും വക്താക്കളാകുകയും പിന്നീട് അതിന്റെ അംബാസഡർമാരാകുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോഴത്തേതെന്ന് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഗൌരവതരമാണെങ്കിൽ പി.വി. അൻവറിനെതിരെ നടപടിയെടുക്കണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എഡിജിപിയും ഭരണകക്ഷി എംഎൽഎയും ആരോപണ വിധേയരായിരിക്കുന്ന സാഹചര്യത്തിൽ സമഗ്രാന്വേഷണം ആവശ്യമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ദേശസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഭരണം നിയന്ത്രിക്കുന്ന പ്രമുഖർക്ക് പങ്കുണ്ടെന്ന ആരോപണം ഞെട്ടിക്കുന്നതാണെന്നും അൻവറിന്റെ ആരോപണം തെറ്റാണെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഗവൺമെന്റ് നടപടിയെടുക്കുകയാണ് വേണ്ടതെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഭരണപക്ഷ എംഎൽഎ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും എഡിജിപിക്കെതിരെ നടപടിയെടുക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി എംഎൽഎക്കെതിരെ കേസെടുക്കട്ടെയെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. എഡിജിപിക്കെതിരെ തെളിവില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണമുന്നയിച്ച എംഎൽഎക്കെതിരെ നിയമനടപടിയെടുക്കണമെന്ന് മുരളീധരൻ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ബിജെപിയും സിപിഐഎമ്മും മത്സരബുദ്ധിയോടെ വർഗീയ കാർഡിറക്കി ജനമനസ്സുകളിൽ ചേരിതിരിവുകൾ സൃഷ്ടിക്കാനും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും ശ്രമിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് വാർഷിക കൌൺസിൽ മീറ്റ് കോട്ടക്കലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ വിജയത്തിനടുത്ത്. ഇന്ന് ബംഗ്ലാദേശിന്റെ 6 വിക്കറ്റ് കൂടി വീഴ്ത്തിയാൽ ഇന്ത്യയ്ക്ക് ജയം സ്വന്തമാക്കാം. 3ാം ദിവസമായ ഇന്നലെ വെളിച്ചക്കുറവ് മൂലം നേരത്തെ കളി അവസാനിപ്പിക്കുമ്പോൾ ബംഗ്ലാദേശ് 2ാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റിന് 158 റൺസെടുത്തിട്ടുണ്ട്. ചെന്നൈ എം.എ. ചിദംബരം സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ ഇന്ത്യയ്ക്കായി അശ്വിൻ 3ഉം ജസ്പ്രീത് ബുംറ 1 വിക്കറ്റുമെടുത്തു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്നലെ ജംഷഡ്പൂർ എഫ്സി മുംബൈ സിറ്റി എഫ്സിയെ പരാജയപ്പെടുത്തി. ജംഷഡ്പൂരിൽ 2-3 ഗോളിനാണ് അവരുടെ വിജയം. കൊൽക്കത്തയിൽ മറ്റൊരു മത്സരത്തിൽ എഫ്സി ഗോവ മുഹമ്മദൻസ് എസ്സി മത്സരം ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകിട്ട് 7:30 കൊച്ചിയിലാണ് മത്സരം. തിരുവനന്തപുരത്ത് സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സ് തിരുവനന്തപുരം കൊമ്പൻസ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും ഓരോ ഗോളടിച്ചു. ഓണം കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമലയിൽ നടയടച്ചു. തുലാമാസ പൂജകൾക്കായി അടുത്ത മാസം 16-ന് നട തുറക്കും. ശബരിമല മാളികപ്പുറം ക്ഷേത്രങ്ങളിലെ ഒരു വർഷത്തെ പുറപ്പെടാ ശാന്തിമാരെ തെരഞ്ഞെടുക്കാൻ ഈ മാസം 25, 26 തീയതികളിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അഭിമുഖം നടത്തും. തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പട്ടിക ദേവസ്വം ഹൈക്കോടതിക്ക് കൈമാറും. തുടർന്ന് തുലാം 1-ന് സന്നിധാനത്ത് നറുക്കെടുപ്പിലൂടെയായിരിക്കും മേൽശാന്തിമാരുടെ തെരഞ്ഞെടുപ്പ്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട്ടെ അർജുനടക്കം 3 പേർക്കായി ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കി തെരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ പുഴയിൽ നടത്തിയ പരിശോധനയിൽ ചില വാഹനഭാഗങ്ങൾ ലഭിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോ പസഫിക് മേഖല സ്വതന്ത്രവും സുതാര്യവും സമൃദ്ധവുമാക്കി മാറ്റാൻ ക്വാഡ് രാഷ്ട്രങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കൾക്കിടയിലെ പുകയില ഉപയോഗം തടയാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്രം മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലും സൌരോർജ്ജ വൈദ്യുതി പ്ലാന്റ് സ്ഥാപിക്കുന്നു. ഇന്നലെ അന്തരിച്ച മുതിർന്ന സിപിഐഎം നേതാവ് എം ലോറൻസിന്റെ മൃതദേഹം നാളെ കൊച്ചിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ വിജയത്തിനടുത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.